ഹൊറർ സീരീസ് എന്ന് പറഞ്ഞാൽ പീക്ക് ലെവൽ ഹൊറർ സീരീസ്. ഇതിൻ്റെ എപ്പിസോഡ് 1 ഞാൻ കണ്ടിട്ട് എമ്മ കത്തിക്കലാണെന്നൊക്കെ ഞങ്ങൾ ഒരുപാട് അടിപൊളി റിവ്യൂസ് കേട്ടിട്ടായിരുന്നു. എന്നാൽ അതിൻ്റെ 10 ഇരട്ടിയാണ് എപ്പിസോഡ് 8 ഫിനാലയിൽ ഇവന്മാർ കത്തിച്ചിരിക്കുന്നത്. കാരണം നമ്മളൊട്ടും പ്രതീക്ഷിക്കില്ല. കാരണം നമ്മുടെ ഒരു എൻഡിങ് നമുക്കറിയാം, ഏകദേശം നമ്മൾ ഊഹിച്ച് വെച്ചിട്ടുണ്ടാവും. അതൊന്നുമല്ല ഇവന്മാർ പ്ലാൻ ചെയ്തത്. ലിറ്ററലി പ്ലോട്ട് ട്വിസ്റ്റോടാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. കാരണം സത്യം പറഞ്ഞാലില്ല, ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് ആ നെറ്റ്ഫ്ലിക്സിൽ കുറേ കിടപ്പുണ്ടല്ലോ, മിഡ് നൈറ്റ് മാസ്, ഹോണ്ടിങ് ഹിൽ ഹൗസ്, പിന്നെന്താണ് ഹോണ്ടിങ് ബ്ലൈ മാനോറോ, അങ്ങനെ കുറേ ചവർ എണ്ണത്തിലൊക്കെ എടുത്ത് കിണച്ചിടാൻ തോന്നും. ഇതാണ് ഹൊറർ സീരീസ്. ഒരുപാട് എപ്പിസോഡുകളൊക്കെ ആയിട്ടുള്ളതില്ല, വെറും 8 എപ്പിസോഡ് പീക്കായിട്ട്. ആകെ ഒരൊറ്റ നെഗറ്റീവ് പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഈ ബ്ലാക്ക് ആയ ആക്ടേഴ്സിനെ വെള്ളപൂശി മാലാകമാരാക്കിയിട്ട് ഈ വെളുത്ത ആക്ടേഴ്സിനെ മാത്രം വില്ലന്മാരാക്കുന്ന സ്ഥിരം ഹോളിവുഡ് വോക്ക്നെസ് അത് ഇതിൽ അത്യാവശ്യം കൂടുതലുണ്ട്. അത് തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അതിന് ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അത് കുറച്ച് കൂടുതലായിപ്പോയി ഇതിൻ്റെ അകത്ത്. കാരണം ഇതിലിപ്പോൾ മിലിറ്ററിയിൽ നോക്കുകയാണെങ്കിൽ കറുത്തിട്ടുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥരൊക്കെ പാവങ്ങൾ മാലാകമാർ, വെളുത്തിട്ടുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥർ പക്കാ വില്ലന്മാർ. എന്താ കഥ? അതിപ്പോൾ സൊസൈറ്റിയിലാണെങ്കിൽ ഈ സീരീസിൽ സെയിം പാറ്റേണാണ് കൊള്ളിരിക്കുന്നത്. അതൊന്ന് മാറ്റി പിടിക്കാമായിരുന്നു എനിക്ക് തോന്നി. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് അതൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ സീരീസിൽ അത് അത്രയ്ക്കത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. കാരണം ആൻഡി മുഷറ്റി എന്ന ഡയറക്ടറിൻ്റെ മേക്കിംഗ് അത്രത്തോളമായിരുന്നു, എന്നെ അത് അത്ര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. എനിവേ ഞാൻ ആ നെഗറ്റീവ് പറയുന്നത് മാത്രം. പിന്നെ ഫിനാലയിലേക്ക് വരികയാണെങ്കിൽ എന്താ ട്വിസ്റ്റ് ഇത്. സോ ലിറ്ററലി ഇതിപ്പം ഐ തിങ്ക് ഇറ്റ് വെൽക്കം ടു ഡെറി ആക്ച്വലി ഇറ്റ് ചാപ്റ്റർ 1 ആൻഡ് ഇറ്റ് ചാപ്റ്റർ 2 ഈ 2 സിനിമയുടെ സീക്വലാണ്. ആ 2 സിനിമയ്ക്കും ശേഷം നടക്കുന്നതാണ് ഇറ്റ് വെൽക്കം ടു ഡെറി. ഇയർലി നോക്കുമ്പോൾ നമുക്കത് പിന്നോട്ടല്ലേ എന്ന് തോന്നും. പക്ഷേ പെന്നി വൈസ് ആണ് ഇതിൽ ടൈം ട്രാവൽ ചെയ്തത്. ഇറ്റ് ചാപ്റ്റർ 1 ആൻഡ് ഇറ്റ് ചാപ്റ്റർ 2-ൽ പെന്നി വൈസ് അദ്ദേഹത്തിൻ്റെ ശക്തി ഇല്ലാതാക്കപ്പെടുന്നു കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട്. സോ ആ കുട്ടികളുടെ മാതാപിതാക്കളെ ഇല്ലാതാക്കിയാൽ എനിക്ക് ആ ടൈം ലൈനിൽ നിന്ന് രക്ഷപ്പെടാനോ എന്നുള്ള ചിന്ത കൊണ്ട് പെന്നി വൈസ് ആണ് ടൈം ട്രാവൽ ചെയ്ത് 27 വർഷം മുമ്പോട്ട് പോകുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് ഐ തിങ്ക് ഇവരിത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അതിലൊരു കഥാപാത്രമുണ്ട്, ഈ മേർജിൻ്റെ കുട്ടിയായിട്ട് വരുന്ന, അവൻ്റെ പേര് റിച്ചി എന്നാണ്. ആ റിച്ചി ആക്ച്വലി ഇറ്റ് ചാപ്റ്റർ 1-ൽ ഇതേപോലെ ഒരു മിസ്സിംഗ് പേപ്പർ വെച്ചിട്ട്, അയ്യോ എൻ്റെ മിസ്സിംഗ് പേപ്പർ ഇതാ 1989 കാണാതെ പോയി എന്നൊക്കെ പറയുന്നത് എന്താ സംഭവം എന്നൊക്കെ ഇതിനെ പേടിച്ച് നിൽക്കുന്നൊരു സീനൊക്കെ ഉണ്ട്. അത് 2017 കാണിച്ചത്. അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല അയ്യോ ഇനി ഒരു 8 വർഷം കഴിഞ്ഞിട്ട് ഇത് വീണ്ടും തിരിച്ചു വരും ഒരു സീൻ, അതൊരു കോൾ ബാക്ക് ആണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ അതൊരു മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ എനിക്കറിയില്ല അതിനെപ്പറ്റി കൂടുതൽ. എനിവേ അതൊരു അടിപൊളി ട്വിസ്റ്റ് ആയിരുന്നു. പിന്നെ അതിൽ കൂടുതലൊന്നും ഐ തിങ്ക് കൂടുതലൊന്നും പറയാനില്ല. തീർച്ചയായും നിങ്ങൾ സീരീസ് കാണുക തന്നെ ചെയ്യണം. കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ്. ആ വോക്ക്നെസ് മാത്രം നിങ്ങളൊന്ന് കടിച്ചു പിടിച്ചാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ സീസൺ ഞാൻ തീർച്ചയായിട്ടും പറയുന്നത്. HBO അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എന്താ സീസൺ 2 എന്നാണ്, അതായത് സീസൺ 2-ന് ഐ തിങ്ക് ഇപ്പോൾ നടന്ന കഥയുടെ ഒരു 27 ഇയേഴ്സ് ബാക്കിലേക്ക് സീസൺ 2 നടക്കുക. അതിൻ്റെ ഇടയിലൊരു ജസ്റ്റ് ഒരു കാമിയ പോലെ സോഫി ലില്ലിസ് അവതരിപ്പിച്ച ബെവേർലി എന്ന് പറഞ്ഞ കഥാപാത്രം, ആ ബെവേർലി ആക്ച്വലി ഈ സീസൺ 1-ൽ എൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്നുമില്ല, ഇതൊരു തുടർച്ചയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ക്യാമിയ കൊടുത്താൽ മാത്രമായിരിക്കണം, അല്ലാതെ ഫ്യൂച്ചറിലേക്ക് ആയിരിക്കില്ല ഒരിക്കലും ഇനി ഇതിൻ്റെ പോക്ക് പോവുക സീരീസിൻ്റെ. എൻ്റെ അറിവിൽ 27 ഇയേഴ്സ് ബാക്കോട്ട് പോകും. അപ്പോൾ ഉള്ള കഥാപാത്രങ്ങളും ആരൊക്കെയാണ്, ഈ 5 പിള്ളേരുണ്ടല്ലോ, ഇവരുടെ മാതാപിതാക്കളെ കൊല്ലുക എന്നുള്ളതായിരിക്കും ഈ പെന്നി വൈസിൻ്റെ പ്ലാൻ. സോ സീസൺ 2-ന് എപ്പം എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ 2028 മിനിമം വേണ്ടി വരും. കാരണം ഈവൻ ദോ ദേ ഹാഡ് എ സ്ക്രിപ്റ്റ്, ആ ഒരു പ്രീ പ്രൊഡക്ഷനും പിന്നെ ആഫ്റ്റർ വർക്ക്സ് ആയ വിഷ്വൽ എഫക്ട്സും ഒക്കെ കഴിയുമ്പോഴേക്കും എന്തായാലും നമുക്കിതൊരു 2028-ൻ്റെ തുടക്കത്തിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഐ തിങ്ക് അത്രേ പോവുള്ളൂ. സോ അപ്പോൾ കാണാം. തീർച്ചയായും നിങ്ങൾ ഈ സീരീസ് കാണുക, മിസ്സാക്കരുത്. വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ സീരീസ്. ആ നെറ്റ്ഫ്ലിക്സിലുള്ളതിനൊക്കെ എടുത്ത് കണക്കിലിടാൻ തോന്നും. അമ്മാതിരി വേറെ ലെവൽ 8 എപ്പിസോഡ് പീക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും. താങ്ക് യു.